നമസ്കാരം. നിഫ്റ്റിന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,078 വരെ. മൊണ്ടയിലായാലും എങ്ങനെ മാനേജ് ചെയ്താലാണ് പ്രോഫിറ്റബിളായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ക്വിക്കായിട്ട് ഇന്നത്തെ മാർക്കറ്റിന്റെ ഒരു മൂവ്മെന്റ് നോക്കാം. അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മാർക്കറ്റിനെ അനലൈസ് ചെയ്യാം. ഇന്നത്തെ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് രണ്ട് സപ്പോർട്ട് ലെവലിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തു. ഓപ്പണിംഗ് തന്നെ ബൈഡർ സെന്റിമെന്റാണ്. ഷോർട്ട് സെന്റ് ഓപ്പർച്യൂണിറ്റി ഹൈലി റിസ്ക് ആണ്. അതിനുശേഷമായാലും റെസിസ്റ്റൻസ് റേഞ്ചിൽ വന്നു. അതിനുശേഷം മാർക്കറ്റിൽ സംഭവിച്ചു നോക്കാം. അതിനുശേഷം മാർക്കറ്റിൽ ഈ സപ്പോർട്ടിന്റെ താഴത്തേക്ക് ഈ സ്ഥലത്ത് നിന്ന് ഫാൾ വന്നതിന് ശേഷം ഈ സപ്പോർട്ടിന്റെ താഴത്തേക്ക് ഈ ഒരു ക്യാനൽ ക്ലോസ് ചെയ്തു. നമുക്ക് കഴിഞ്ഞ ദിവസം വീഡിയോസിൽ തന്നെ അലോട്ട് നൽകിയിരുന്നുണ്ട്. സപ്പോർട്ടിന്റെ താഴെ അങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായാലും വലിയൊരു ഫാൾ വരാനായിട്ട് എപ്പോഴും ചാൻസ് വരുന്നത്. ഒരു കാരണവശാലും ഈ ഒരു ലെവൽ കയറി ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. റെസിസ്റ്റൻസിന്റെ അടുത്ത് പോയി ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ഇത് മുൻ ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നതാണ്. അതിനുശേഷം ഈ ഒരു ഫാൾ വന്നു. അതിനുശേഷം പിന്നെ ഒരു സൈഡ് വേസ് മാർക്കറ്റ് ഇതാണ് ഇന്നത്തെ മാർക്കറ്റിൽ സംഭവിച്ചത്. നമുക്ക് വരാൻ പോണ്ടേലായാലും നമുക്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇതിന് മുൻപ് തന്നെ ഡെയിലി ടൈം ഫ്രെയിമിൽ നിഫ്റ്റിയിലെ ലോങ് ടേം ട്രെൻഡ് എപ്പോഴും മനസ്സിലാക്കുക. ലോങ് ടേം ട്രെൻഡ് കൺസോൾട്ടേഷൻ ട്രെൻഡാണ്. നമ്മൾ മുൻ ആഴ്ചകളിലൊക്കെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനായിട്ട് സൂചിപ്പിക്കുന്നത്. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലുകൾ വരും. മെയിൻ സപ്പോർട്ട് ലെവലിൻ്റെ അടുത്ത് നിന്നായിരിക്കണം നല്ലൊരു അഗ്രസീവ് ആയിട്ടുള്ള ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അല്ലാത്ത സമയങ്ങളിൽ ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുക. നമുക്ക് ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നോക്കാം. അതിന് മുൻപ് തന്നെ ചെറിയ ടൈം ഫ്രെയിമിൽ ഇന്ന് സംഭവിച്ചു നോക്കാം. ഇന്നത്തെ മാർക്കറ്റിൽ സംഭവിച്ചത് സഡൻ ആയിട്ടൊരു അപ്പ് മൂവ്മെന്റ്. അതിനുശേഷമായാലും പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. അതിനുശേഷമായാലും മാർക്കറ്റ് മുകളിലേക്ക് കയറാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. മാർക്കറ്റ് കിട്ടിയിട്ടില്ല. ഈ ഒരു മൊമെന്റം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നാളത്തെ ഒരു ഓപ്പണിംഗിൽ ഇതിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇതിന് മുകളിൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇതിന്റെ താഴെ സെല്ലിന്റെ ഒരു കണ്ടിന്യൂഷൻ എപ്പോഴും വരിക. ഇതിന്റെ ഒരു താഴെ ആയിരിക്കും സെല്ലിന്റെ ഒരു കണ്ടിന്യൂഷൻ വരിക. ട്രെൻഡ് അതായത് ഇൻട്രാഡേയിൽ ഈ ഒരു ലെവലിൽ നിലനിൽക്കുമ്പോൾ ട്രെൻഡ് വീക്ക്നെസ് ആണ്. ബൈയിലേക്ക് കടക്കണമെങ്കിൽ ഈ റെസിസ്റ്റൻസിന് മുകളിലേക്ക് ഒന്ന് നിഫ്റ്റി കടക്കണം. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വീക്ക്നെസ് ആണ്. അടുത്തൊരു സ്പോട്ടുകൾ ടെസ്റ്റ് ചെയ്യും. ഇതാണ് വരാൻ പോണ ഡേയിൽ മാനേജ് ചെയ്യേണ്ടത്. ഇങ്ങനെയായിരിക്കണം റൈറ്റ് ട്രെൻഡ് അനലൈസ് ചെയ്യേണ്ടത്. പക്ഷേ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എക്സാക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാനും പറ്റുന്നത്. നിഫ്റ്റിയുടെ നാളത്തെ സപ്പോർട്ട് നോക്കാം. കറണ്ട് സിറ്റുവേഷനിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നിഫ്റ്റി ആദ്യത്തെ ഈ റെസിസ്റ്റൻസിന് മുകളിലേക്കെങ്കിലും നിഫ്റ്റി ഒന്ന് സസ്റ്റെയിൻ ചെയ്യണം. അതായത് 24,105 മുകളിലേക്കെങ്കിലും ഒരു ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്താൽ പിന്നെ മൈനർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി കുറച്ച് റിസ്ക് ആണ്. ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം ഇന്നത്തെ മാർക്കറ്റിൽ സംഭവിച്ച പോലെ അടുത്തൊരു സപ്പോർട്ട് താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് വീക്ക്നെസ്. ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ മൈനർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഈ ലെവലുണ്ട്. 24,140 എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. ചെറിയ റെസിസ്റ്റൻസ് ആണ്. പക്ഷേ അതിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ തന്നെയാണ് സ്ട്രെങ്ത് മാർക്കറ്റ് കിട്ടുന്നത്. ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 200 ടെസ്റ്റ് ചെയ്യും. 201, 228 എന്ന് പറയുന്ന റേഞ്ചാണ് റെസിസ്റ്റൻസ്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് റേഞ്ചിലാണ്. നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഈ റേഞ്ച് ഹോൾഡ് ചെയ്യുകയാണ്. ഈ റേഞ്ചിൻ്റെ മുകളിൽ വൈഡ് ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യുക. കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസുകൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു താഴെയാണെങ്കിൽ വീക്ക്നെസ്സിനാണ് അല്ലെങ്കിൽ സൈഡ് വേസ് മാർക്കറ്റിനാണ് ചാൻസ് കൂടുതൽ. ബൈ ഓപ്പർച്യൂണിറ്റി 240 മുകളിലേക്ക് 140 മുകളിലേക്ക് 140 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. അല്ലെങ്കിൽ 105 മുകളിലേക്കെങ്കിലും നിഫ്റ്റി ഒന്ന് സസ്റ്റെയിൻ ചെയ്യണം. ഈ ഒരു ഏരിയയിൽ ബൈർ ഓപ്പർച്യൂണിറ്റിക്ക് സൈഡ് വേസ് മാർക്കറ്റ് ആയിരിക്കും. ഷോർട്ട്സിൽ കുറച്ചും കൂടി ഒരു മൊമെന്റം മാർക്കറ്റിൽ കിട്ടണമെങ്കിൽ ഒരു സപ്പോർട്ടെങ്കിലും താഴത്തേക്ക് നിലനിൽക്കണം. 24,050 തൊട്ട് താഴെ സപ്പോർട്ട് ഉണ്ടെങ്കിലും മൈനർ ആയിട്ടുള്ള സപ്പോർട്ടാണ്. പക്ഷെ മാനേജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഈ ഒരു സപ്പോർട്ടുകൾ ഹെൽപ്പ് ചെയ്യും. 24,012 സപ്പോർട്ട് വരുന്നത്. മൈനർ സപ്പോർട്ടാണ് 23,980, 23,938. ഇതാണ് ലോവറിലെ സപ്പോർട്ടുകൾ വരുന്നത്. ഇപ്പോൾ മനസ്സിലാക്കുക, ഇതിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ വീക്ക്നെസ്, അതായത് ഇതിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ വീക്ക്നെസ് ആണ്. ഷോർട്ട് സെല്ലിൽ തന്നെയാണ് ചാൻസ് വരുന്നത്. മാർക്കറ്റ് സൈഡ് വേസ് ആയാലും ട്രെൻഡ് നെഗറ്റീവിലായിരിക്കും. പക്ഷേ ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഒപ്പം വന്ന രണ്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയുടെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത നിലകൾക്കാണെങ്കിൽ ബൗൺസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വരാൻ മാനേജ് ചെയ്യുക. മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.